പി.വി. അൻവറിന്റെ UDF പ്രവേശനത്തിൽ ആദ്യം തന്നെ കല്ലുകടി. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതെ കോൺഗ്രസ് നേതാക്കൾ. 2 ദിവസം തലസ്ഥാനത്ത് കാത്തിരുന്ന ശേഷം അൻവർ നിലമ്പൂരിലേക്ക് മടങ്ങി. മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് നേതാക്കളെ കാണാൻ പി.വി. അൻവർ തലസ്ഥാനത്തെത്തിയത്. വി.ഡി. സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും പ്രാഥമിക ചർച്ചകൾ നടത്താനായിരുന്നു നീക്കം. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നെങ്കിലും ഇരു നേതാക്കളും അൻവറിനെ കാണാൻ തയ്യാറായില്ല. പി.വി. അൻവറിനെ UDF എടുക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിൽ നിന്ന് ഇരു നേതാക്കളും വിട്ടുനിന്നത്. അൻവറിനെ സ്വീകരിക്കുന്നതിൽ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കാമെന്നതാണ് നിലവിലെ ധാരണ. രാഷ്ട്രീയകാര്യ സമിതിയടക്കം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അൻവറിനെ കൊള്ളണമോ തള്ളണമോ എന്നതിൽ കോൺഗ്രസ് അഭിപ്രായം പറയുക. അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറായാലും അത് ഏത് രീതിയിലാകണമെന്നതിലും ചർച്ചകൾ ഉണ്ടാകും. പാർട്ടി രൂപീകരിച്ച് മുന്നണിയുടെ ഭാഗമാക്കണോ അതോ ഏതെങ്കിലും പാർട്ടിയിൽ ചേരാൻ ആവശ്യപ്പെടണമോ എന്നതിലടക്കം ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട്. അൻവർ വരുന്നത് കൊണ്ട് മുന്നണിക്ക് രാഷ്ട്രീയമായി പ്രയോജനമുണ്ടാകുമോ എന്നതും പരിശോധിക്കപ്പെടണം. അൻവറിനായി മുന്നണിയിൽ ആര് സീറ്റ് നഷ്ടം സഹിക്കണമെന്നതും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കടമ്പകളാണ്. അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ പി.വി. അൻവർ നിലമ്പൂരിലേക്ക് മടങ്ങി. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.